ചൊവ്വാഴ്ച വൈകിട്ടാണ് 51കാരിയായ ഡാനിഷ് ടൂറിസ്റ്റ് ഡൽഹിയിലെ പഹാഡ്ഗഞ്ചിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. സംഭവത്തെക്കുറിച്ച് ഇതുവരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മൗനത്തിലായിരുന്നു. എന്നാൽ ഡൽഹി സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരായ സോമനാഥ് ഭാരതിക്കും രാഖി ബിർളക്കുമൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് കെജ്രിവാൾ ഡൽഹി പോലീസിനെതിരെ പ്രതികരിച്ചത്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയുടെ ആഭ്യന്തര സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിലാണ്. ഡൽഹിയിൽ സ്ത്രീകളുടെ സുരക്ഷ ദൈവത്തിന്റെ കയ്യിൽ മാത്രമാണെന്നും അത്രക്ക് നിരുത്തരവാദപരമായ പോലീസാണ് ഡൽഹിയിലേതെന്നും കെജ്രിവാൾ വിമർശിച്ചു. आंखें खोलते हैं कि दिल्ली पुलिस किस तरह से काम कर रही है और शायद ये नजर आता है कि दिल्ली की पूरी सिक्योरिटी भगवान भरोसे है और दिल्ली में अगर जो हादसे कोई नहीं हो रहे. സെക്സ് റാക്കറ്റും മയക്കുമരുന്ന് ലോബികളുമാണ് ഡൽഹിയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ മുഖ്യ കാരണക്കാർ. ഇവരെ നിയന്ത്രിക്കാൻ പോലീസിനാവുന്നില്ല. ഒരു മയക്കുമരുന്ന് സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിൽ റെയ്ഡ് നടത്താനുള്ള ആവശ്യം പോലീസ് നിരസിച്ചതായി നിയമമന്ത്രി സോമനാഥ് ഭാരതി പറഞ്ഞു. कि ड्रग ट्रैफिकिंग और जिस्म फरोशी की ढेर सारी घटनाएं वहां हो रही है, लेकिन पुलिस आज तक कोई एक्शन नहीं लिया उस पर. സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ വധശ്രമത്തിനിരയായ പെൺകുട്ടിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് മഹിളാ സുരക്ഷാ മന്ത്രി രാഖി ബിർളയും ആരോപിച്ചു. ഈ രണ്ട് സംഭവത്തിലെയും ഉത്തരവാദികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. എന്നാൽ കെജ്രിവാളിന്റെ പ്രസ്താവനയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നടപടിയെടുത്തില്ലെന്ന് ഷീലാ ദീക്ഷിത്തിനെ വിമർശിച്ചവരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഡാനിഷ് ടൂറിസ്റ്റ് പീഡനത്തിനിരയായ സംഭവത്തിൽ സർക്കാർ നടപടിയെടുക്കാത്തത് അപലപനീയമാണെന്നും ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ഹർവീന്ദർ സിംഗ് ലോലി പറഞ്ഞു. മീഡിയ 1 ഡൽഹി.